മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിസ്ഥലമായിരുന്നു ക്യൂബ എന്ന് പറയുന്ന കൊച്ചു രാജ്യം. അമേരിക്കയിലെ മാഫിയകളും ഗുണ്ടകളുമെല്ലാം അടക്കി വാണിരുന്ന ഒരു കൊച്ചു ദ്വീപായിരുന്നു. ആ കൊച്ചു ദ്വീപിനകത്താണ് വെറും 33-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് അധികാരം പിടിച്ചെടുക്കുന്നു. അന്ന് ലോകം കരുതിയത് ഇത് കുറച്ചു നാളേക്കുള്ള ഒരു താൽക്കാലിക തരംഗം മാത്രമായിരിക്കും എന്നായിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സർക്കാരിന് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതായിരുന്നു. വംശീയതയും കറുത്തവനെ അടിമയാക്കുന്ന രീതികളും എല്ലാം നിലനിന്നിരുന്ന ഒരു നാട്ടിൽ എല്ലാവർക്കും സൗജന്യമായി മികച്ച ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകിയ ചരിത്രമാണ് ഫിദൽ കാസ്ട്രോ ക്യൂബയിലൂടെ ലോകത്തിനു മുന്നിൽ കുറിച്ചിട്ടത്. മഹാനായ ആ വിപ്ലവ സൂര്യൻ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി പടുത്തുയർത്തിയത് സമത്വ സുന്ദരമെന്ന ലോകത്തിന്റെ പ്രായോഗികമായ നിലയിലേക്കുള്ള നടത്തിപ്പായിരുന്നു. ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലെ വില്യം സോളർ എന്ന കുട്ടികളുടെ ആശുപത്രിയിൽ 2013 ഒക്ടോബർ 7 നടന്ന 1 വയസ്സു പ്രായമുള്ള എഡ്വാർഡോ റിബോറ എന്ന കൊച്ചു കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ ലോകത്തിന് മുഴുവൻ അത്ഭുതമായിരുന്നു. ആ 1 വയസ്സുകാരൻ്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള ചിത്രം സോഷ്യലിസത്തിന്റെ കരുത്ത് ലോകത്തിനാകെ വിളിച്ചോതി കൊടുക്കുന്നതായിരുന്നു. നിരക്ഷരത തുടച്ചു നീക്കുക, എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുക, ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുക, സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും തുല്യ അവകാശം നൽകുക, വംശീയ സമത്വം നടപ്പിലാക്കുക എന്നിങ്ങനെ സോഷ്യലിസം എന്നാൽ എന്താണെന്ന് കാസ്ട്രോയും അദ്ദേഹത്തിന്റെ വിപ്ലവ സർക്കാരും ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ മഹാനായ വിപ്ലവകാരിയായ ഫിദൽ തൻ്റെ ജീവിതത്തെ ലോകത്താകെയുള്ള മനുഷ്യർക്ക് സോഷ്യലിസത്തിന്റെ മഹത്വം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതിന് ഉപയോഗിക്കുകയായിരുന്നു.